ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓണമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ദിവസങ്ങളാണല്ലോ അല്ലേ? ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. ഒരു വീക്കെൻഡ് വ്ളോഗാണ്. മീൻസ് ഇന്നൊരു സാറ്റർഡേ ആണ് ഇവിടെ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴുള്ളൊരു കോലമല്ല ഇത്. ഈടുക്കൂട്ടനെ രാവിലെ ഒന്ന് കുളിപ്പിച്ച് അടുക്കളയിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവൻ്റെ ബേബി ചെയറിലും പഴമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, ഒന്ന് മുടിയൊക്കെ കെട്ടി വെച്ച് വൃത്തിയായിട്ടിരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ചേച്ചൻ വരുന്നത് കണ്ടോ, ഒരു പണി കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് കേട്ടോ. സോ നമ്മുടെ സൈഡ് യാർഡിലായിരുന്നു നമ്മൾ ഫുഡ് വേസ്റ്റ് വെച്ചിരുന്നത്. അത് ഇന്നലെ വന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട റക്കൂൺ വന്ന് പ്രിയപ്പെട്ടതല്ല, വേസ്റ്റ് തിന്നുന്നൊരു ജീവിയാണത്. അത് വന്ന് ഈ ഫുഡ് വേസ്റ്റ് എല്ലാം തട്ടിയിട്ട് മൊത്തം വൃത്തിയേടാക്കിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ കയറി പോയതേ ഉള്ളൂ. മാത്രമല്ല ആ ബാസ്ക്കറ്റിനൊരു സെപ്പറേറ്റ് ലോക്കും കൂടെ വെച്ചു. ഉള്ള ലോക്ക് കൂടെ അത് അഴിച്ചെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണോ എന്തോ. പിന്നെ ഇന്ന് രാവിലെ മോളൂൻ്റെ ഒരു ചിക്കൻ പ്രിപ്പറേഷൻ്റെ കാഴ്ചകളാണിത്. നമ്മൾ റോട്ടിസറി ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കുക്ക്ഡാണ് ഓൾറെഡി. അത് നമ്മൾ ഫ്രീസറിലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അവളതൊരു ചിക്കൻ തോരൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ കൂട്ടത്തിൽ അവളുടെ ഡയറ്റ് ടേസ്റ്റ് ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവൾ വെച്ചാൽ ഡയറ്റാണ്. ചായ ഒരു സൈഡിലാകുന്നു, ചോറ് റെഡി ആകുന്നുണ്ട് ഉച്ചക്കത്തേക്കുള്ളത്. ഓൾമോസ്റ്റ് ഉച്ചയായി ഇപ്പം തന്നെ. നല്ല വെതറാണ് പുറത്ത്. എന്നാലും ഗ്രോസറി വാങ്ങിക്കാൻ പോകാനായിട്ടുള്ളൊരു പ്ലാനൊക്കെ ഇന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വൃത്തിയാക്കൽ പരിപാടികൾ കിട്ടുന്ന സമയം, ഇച്ചിരി കിട്ടുന്ന സമയം അവിടെ ഇവിടെയൊക്കെ പോയി വൃത്തിയാക്കി വയ്ക്കുക എന്നൊക്കെയുള്ളതാണ് മറ്റ് പരിപാടികൾ. പിന്നെ ഈടുകൂട്ടിന് ഞാനിവിടെ പൊട്ടറ്റോ ക്യാരറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കൊച്ച് വെജ് കട്ട്ലറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. രാവിലെ ഞാൻ പാച്ചോറാണ് കഴിച്ചത്. ഇന്നലെ മോള് പാച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് മിച്ചമുണ്ടായിരുന്നു, നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ പാച്ചോറാണ് ഞാൻ രാവിലെ കഴിച്ചത്. ഈടുകൂട്ടിനും കുറച്ച് പാച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നല്ല അടിപൊളി പാച്ചോറോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ലോണ്ട്രിയാണ്. അപ്പോൾ താഴേക്ക് ലോണ്ട്രിക്ക് പോകാനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ താഴെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരാൾ കൈയോടെ പിടിച്ചു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാച്ചൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. രാവിലത്തെ സെഷൻ അച്ചാച്ചൻ്റെ വർക്കൗട്ടാണ്, വൈകുന്നേരമാണ് മോളുവിൻ്റെ വർക്കൗട്ട്. മോളും അച്ചാച്ചൻ്റെ ഡയറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സോ അച്ചാച്ചൻ്റെ മസിലൊക്കെ കാണുകയാണ്. എനിക്ക് മസിലൊന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനും പതിയെ വർക്കൗട്ടൊക്കെ ചെയ്യണം, വയസ്സ് 30 ആയില്ലേ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും പതിയെ തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ യോഗ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അല്ലാതെ വർക്കൗട്ടൊന്നും ചെയ്യാറില്ല. അപ്പോൾ യോഗ ഇപ്പം നമ്മൾ പോസ് ചെയ്ത് വെച്ചേക്കുകയാണ്. എനിക്ക് ഇടയ്ക്ക് വയ്യാതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയ്യാത്തപ്പോൾ നമുക്ക് യോഗ ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നെയും കൂടെ എക്സസൈസിന് കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് നിൽപ്പാണ്. ഇത് നമ്മുടെ ഒരു സെപ്പറേറ്റ് റൂമാണ്. റൂമെന്ന് പറയാനായിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ഞാനിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ വർക്കിംഗ് ടേബിളുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ചുമ്മാ ഒരു സ്പേസ്, ഞാനിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്ന ചുമ്മാ ഒരു സ്പേസാണ്. അവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാഗ്രഹിക്കുന്നു. എപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റും എന്നറിയില്ല. അപ്പോൾ എന്തായാലും ചെയ്യും. പിന്നെ നമ്മൾ നിൽക്കുന്ന ആ ഏരിയയിൽ ലോണ്ട്രിയുടെ സെറ്റപ്പൊക്കെ ചെയ്യണം, ആ കബോർഡ് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ലോണ്ട്രി നമ്മൾ താഴെയാണ് സെറ്റ് ചെയ്തേക്കണേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുകളിലായിരുന്നു വീട്ടിൽ ലോണ്ട്രി ഉണ്ടായിരുന്ന മുകളിലത്തെ ഫ്ലോറിൽ. പക്ഷേ ഇവിടെ പ്രായമായവരൊക്കെ അവർക്ക് നട കയറാനൊക്കെ ചില സ്റ്റെപ്പ് കയറാനൊക്കെ പാടായതുകൊണ്ട് അവർ മുകളിലത്തെ നിലയിൽ തന്നെ ആയിരിക്കും ലോണ്ട്രി വയ്ക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആവശ്യം മുകളിലില്ലാത്തതുകൊണ്ട് നമ്മളത് മേക്ക് ഓവർ ചെയ്ത് മുകളിലത്തെ ലോണ്ട്രി റൂം, ക്ലോസ്ഡ് ആണ് റൂം, അത് നമ്മൾ പാൻട്രി ആക്കി. അത് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അതുകൊണ്ട് നമ്മൾ താഴെയാണ് നമ്മുടെ ഈ പറഞ്ഞ വാഷറും ഡ്രയറും വെച്ചിട്ടുള്ളത്. അപ്പോൾ വീക്കെൻഡിലാണ് മന്ത്ലി 2 times ആണ് നമ്മൾ ലോണ്ട്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീക്കിൽ നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകാം, ഡ്രൈ ചെയ്തെടുക്കാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ബാറ് പോലെയാണ്. ബാറെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ബാറൊക്കെ സെറ്റപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇത് നമ്മുടെ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളൊക്കെ താഴത്തെ കബോർഡിൽ വയ്ക്കാം. പിന്നെ നമുക്കൊരുപാട് എയർ ഫ്രയർ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ മോളുവിൻ്റെ വർക്കൗട്ടിൻ്റെ സാധനങ്ങളും അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി
വെക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നമുക്ക് നമ്മുടെ ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവിടുത്തെ അവർ കൊണ്ടു തന്നൊരു പേപ്പറാണ്. വെച്ചാൽ ഫുഡ് ബാങ്ക് ഉണ്ട്, ലണ്ടൻ ഫുഡ് ബാങ്ക്. അപ്പം ഇവിടെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി അവർ ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട് ഏതൊക്കെ ഫുഡാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ അത് പാക്ക് ചെയ്ത് പുറത്ത് വയ്ക്കാൻ ഒരു ഡേറ്റും തന്നിട്ടുണ്ടായിരുന്നു. എന്ത് പറയാനാണ്, ഞാനും അത് മിസ് ചെയ്തു, അച്ചാച്ചനും മിസ് ചെയ്തു. ഞങ്ങൾക്ക് 2 പേർക്കും 2 ഷിഫ്റ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ ഞാനത് കണ്ടപ്പോഴാണ് ഓർത്ത ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു വെക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷെ പറ്റിയില്ല. ഓക്കെ. പിന്നെ ആണെങ്കിൽ ഇവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കണം എന്നാണ് അച്ചാച്ചൻ പറയുന്നത്. ഇവിടെയാണ് ആക്ച്വലി ഇവർ വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് TV ഇരിപ്പുണ്ട്. പിന്നെ മോളുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവളിവിടെ കൊണ്ട് തള്ളിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വർക്കൗട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഓണത്തിൻ്റെ സാരി ഉടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ ഓരോരോ ഡ്രസ്സുകളൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കണേ. മറന്നു പോയതായിരിക്കും എടുത്തുകൊണ്ട് പോകാനായിട്ട്. താഴേക്ക് അവളധികം വരാറില്ല. അപ്പോൾ പിന്നെ എന്താണ്, ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു തുടയ്ക്കണം. അത് പെയിൻറ്റിങ് പ്ലാനാണ്. ഇന്ന് നടക്കുമോയെന്ന് അറിയില്ല. സോ നമുക്ക് ഉച്ചക്കത്തേക്ക് റെഡിയാക്കിയത് ചോറാണ്. ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കുവാണ്. നമ്മൾ കൊളാഡറൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. ആ കൊളാഡറിൽ തന്നെ ചോറ് വെച്ചേക്കുവാണ്. വിശന്നിട്ട് നിൽക്കാൻ പാടില്ല. മോളും ആണെങ്കിൽ നല്ല ചിക്കൻ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു യോഗട്ടൊക്കെ ഇട്ടുള്ള ഒരു നല്ല അടിപൊളി സാലഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്യൂക്കുംബറും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആസ്പെറാഗസ് തോരൻ ഉണ്ടായിരുന്നു. ആസ്പെറാഗസ് സാറിന് ബേക്ക് ചെയ്യാണ് ചെയ്യുക. തോരൻ വെക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലത്തെ ഭാഗത്തെ ആസ്പെറാഗസ് കാണിച്ചു തരാൻ എൻ്റെ ഇല്ല, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എടുക്കുമ്പം ഞാൻ വാങ്ങുമ്പോൾ കാണിക്കാം. പിന്നെ ഇവർ 2 പേരും, മോളും അച്ചാച്ചനും ക്യാമറയുടെ മുമ്പിൽ വരത്തില്ല. അതങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ മാത്രം ഫേസ് ചെയ്തിട്ട് വേണം എൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് അവർ അപ്പുറത്തും മാറിയിരിപ്പുണ്ട്. അവർക്ക് ക്യാമറയുടെ മുമ്പിൽ വരണ്ട, എന്നൊക്കെ ഞങ്ങളുടെ പ്രൈവസി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയാണ്. എന്നാലും മോള് ഇടയ്ക്ക് വന്ന് തല ഇങ്ങനെ കെട്ട് കാണിക്കും. അതാണ് രസകരമായ കാര്യം. പിന്നെ ഏടുകുട്ടനും ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ ഇനി പതിയെ റെഡിയായി പോവാം എന്നുള്ളൊരു രീതിക്ക് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ പൊട്ടാറ്റോ പകുതിയായിട്ട് കുക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. അത് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്തെടുത്തു, ബാക്കി സെറ്റായില്ല. അതുകൊണ്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുമ്പേ പറഞ്ഞല്ലോ, എയർ ഫ്രയർ നമുക്ക് താഴെയാണുള്ളത്. അപ്പോൾ താഴെ പോയിട്ടാണ് ഞാൻ ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ വെച്ചിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അത് അവിടെ ഇരുന്ന് കുക്കായി വന്നോളും. പിന്നെ ഇത് കഴിക്കാനായിട്ട് എൻ്റെ ഒരു ഫാനുണ്ട് ഇവിടെ, ഏടുകുട്ടൻ, അവന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ അതെല്ലാം സെറ്റാക്കി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിനുള്ള തയ്യാറെടുപ്പാണ്. ഗ്രോസറിക്ക് പോകാനായിട്ടാണ്. ഏടുകൂട്ടനെ ആദ്യം തന്നെ നമ്മൾ ഒരുക്കിയിരുത്തി. പിന്നെ ഉള്ളത് എൻ്റെ റെഡിയാകലാണ്. എനിക്ക് മോളോനുമാണ് ഏറ്റവും സമയം വേണ്ടത്. ലാസ്റ്റ് ആണ് അച്ചാച്ചൻ റെഡിയാകാറ്. സോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നമ്മൾ സ്ഥിരം പോകുന്ന പോലെ തന്നെ കോസ്കോയിലും ആണ് പോവുക. കോസ്കോയിൽ എന്തായാലും പോവും, കാരണം എന്തെങ്കിലും ബൾക്കൊരു സാധനം വാങ്ങിക്കാനുണ്ടാവും. ഇന്നിപ്പോൾ നമുക്ക് ടോയ്ലറ്റ് പേപ്പറും അതുപോലെ തന്നെ എയ്ഡുവിൻ്റെ ഡയപ്പറും തീർന്നിരിക്കുവാണ്. അപ്പോൾ അതെന്തായാലും വാങ്ങണം. പിന്നെ നമ്മൾ വാൾമാർട്ടിലും പോകുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ നോഫിൽസിലും പോകാറുണ്ട്. അപ്പോൾ വാൾമാർട്ടിലും കൂടെ പോയിട്ടാണ് നമ്മൾ ഗ്രോസറി ആയിട്ട് വീട്ടിൽ പോകുന്നത്. അപ്പോൾ എല്ലാം ഇന്നത്തെ ഷോപ്പിംഗ് ഒന്നും എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഈ യാത്രയൊക്കെ ആയിട്ട് ഇവനെയും കൊണ്ടും കൂടെ പോകുമ്പം എല്ലാം ഒന്നും, പിന്നെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരുടെയും കൂടെ പ്രൈവസിയൊക്കെ നോക്കണമല്ലോ എന്നോർത്തിട്ട് നമ്മൾ അധികം അങ്ങനെ പബ്ലിക്കിൽ പോയി ഷൂട്ട് ചെയ്യാറില്ല. അപ്പോൾ കാരണം നമുക്ക് എല്ലാവരെയും ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പം മാത്രമല്ല വേറെ കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അവരൊക്കെ നമ്മുടെ ക്യാമറയിൽ ക്യാപ്ചർ ആവുന്ന വരുന്നതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നോർത്തിട്ട് നമ്മൾ അധികം അങ്ങനെ സ്റ്റോറിനകത്ത് ഷൂട്ട് ചെയ്യാറില്ല. പിന്നെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഏറ്റവും ഫേവറേറ്റുള്ള ഫെറോ കിട്ടി. ഇനിയിപ്പോൾ ഹാലോവീൻ എന്നൊക്കെ വരിക, പിള്ളേരുടെയൊക്കെ ഉള്ള ഒരു സെലിബ്രേഷൻ ടൈമാണ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ചോക്ലേറ്റ്സ് കിട്ടും, അത്ര തന്നെ. അപ്പോൾ ഈ ഫെറോ ഇന്ന് കിട്ടി, അതിൻ്റെ സന്തോഷമുണ്ട്. എല്ലാ വർഷവും നമ്മൾ വാങ്ങുന്നതാണ്. പിന്നെ നമ്മുടെ ഗ്രോസറീസാണ്. സോ അച്ചാച്ചൻ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈഡൻ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവൻ ഫെറോ കണ്ടു, അതിൻ്റെ വഴക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി വെക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡയറ്റിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബെൽ പെപ്പേഴ്സും പിന്നെ ഇപ്പോൾ എന്നും എല്ലാവരും വായിക്കുന്ന പോലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊക്കെ ഉള്ളത് പനീറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഹണിയുണ്ട്. ഇങ്ങനെ ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഇത്രയൊക്കെയാണ്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്തൊക്കെ സാധനങ്ങൾ. ഹോൾ ഗ്രെയിൻ ബ്രെഡും ഒക്കെ വാങ്ങിയിട്ടുണ്ട്.
പിന്നെ ഇനി ഇതെല്ലാം അടുക്കി പെറുക്കി വെക്കുക എന്നുള്ളതാണ്. ഫെറോ ഞാൻ അപ്പം തന്നെ കൊണ്ട് താഴത്തെ ഫ്രിഡ്ജിൽ വെച്ചു. കാരണം കുട്ടൻ വഴക്കുണ്ടാക്കും. അവനത് നമ്മളെ കഴിക്കാൻ പോലും സമ്മതിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. അതൊന്നും കുക്ക് ചെയ്തൊന്നും എടുക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലല്ല. കാരണം ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, നിൽക്കാൻ പറ്റുന്നില്ല. ഫുഡ് ഇനിയിപ്പം നമ്മൾ അപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുക്ക്ഡ് ഫ്രോസൺ അപ്പമാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചിക്കൻ്റെ കൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് എന്താ പറയുക, കഴിച്ചിട്ട് സമാധാനപരമായിട്ടിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു സാറ്റർഡേ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഉള്ളൊരു സമയം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നതാണ്. മാക്സിമം ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ചും മറക്കരുത്. പിന്നെ ഷോർട്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ടേക്ക് കെയർ. ഇനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ. ബൈ.